ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം മലയാളം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. പ്രവർത്തനം 1, കഥ പൂർത്തിയാക്കാം. കൂട്ടുകാരെ, അവിടെ ചിത്രം തന്നിരിക്കുന്നു. ഒരു കുട്ടിയും ഒരു നായയും കൂടി വഞ്ചി തുഴയുന്ന ഒരു ചിത്രം അവിടെ തന്നിരിക്കുന്നു. ഇനി നമുക്ക് ആ കഥ ഒന്ന് വായിച്ചു നോക്കാം. പുഴക്കരയിലാണ് നീതുവിൻ്റെ വീട്. നീതുവിന് ഒരു വളർത്തുനായയുണ്ട്. പേര് ജിമ്മി. നീതുവിൻ്റെ അച്ഛനാണ് രാമു. മീൻ പിടിക്കലാണ് രാമുവിൻ്റെ ജോലി. അച്ഛൻ തോണി തുഴഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് നീതു നോക്കി നിൽക്കും. ഒരു ദിവസം തോണി തുഴഞ്ഞ് ഞാനും പുഴയിലൂടെ പോകും, നീതു ജിമ്മിയോട് പറഞ്ഞു. ആരുമില്ലാത്ത നേരം ജിമ്മിയെയും കൂട്ടി നീതു തോണിക്കരികിലെത്തി. അവർ തോണിയിൽ കയറി. തോണി തുഴഞ്ഞ് അവർ പുഴയുടെ നടുവിലെത്തി. പെട്ടെന്ന് മാനം കറുത്തു. കാറ്റു വീശി മഴ പെയ്യാൻ തുടങ്ങി. തോണി ആടിയുലഞ്ഞു. എന്താണ് കൂട്ടുകാരെ, നമ്മൾ കേട്ട കഥ എന്താണ്? നീതുവിൻ്റെ വീട് പുഴക്കരയിലാണ്. നീതുവിനൊരു നായയുണ്ട്. അപ്പോൾ ആ വളർത്തുനായയുടെ പേരെന്താണ്? ജിമ്മി എന്നായിരുന്നു അല്ലേ. അപ്പം നീതുവിൻ്റെ അച്ഛൻ്റെ ജോലി എന്തായിരുന്നു? നീതുവിൻ്റെ അച്ഛൻ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു അല്ലേ. ഇങ്ങനെ തോണി തുഴഞ്ഞ് മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ നീതു എന്നും കാണാറുണ്ട് അല്ലേ. ഇങ്ങനെ നോക്കി നിന്ന് നീതുവിൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ തോണി നീതുവിനും തുഴഞ്ഞു പോണെന്ന് നീതുവിൻ്റെ നായയോട് പറയായിരുന്നു അല്ലേ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആരില്ലാത്ത നേരമൊക്കെ നോക്കിയിട്ട് നമ്മുടെ നീതു ഈ പുഴയിലേക്ക് ഈ ജിമ്മീനും കയറ്റി. ആരാ ജിമ്മി? നായ. നീതുവിൻ്റെ നായ. ആ നായേനെയും കയറ്റിയിട്ട് പുഴയിലൂടെ തോണി തുഴഞ്ഞ് പോവുക. അങ്ങനെ തോണി തുഴഞ്ഞ് പോണ നേരത്ത് പുഴയുടെ നടുക്കെത്തിയപ്പോൾ എന്തുണ്ടായെന്നറിയോ? മാനം കറുത്തു, കാറ്റാഞ്ഞു വീശി മഴ പെയ്യാൻ തുടങ്ങി. തോണി ആടിയുലഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് കഥയായിട്ട് അവർ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. കഥ പൂർത്തിയാക്കൂ. ബാക്കി ഭാഗം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറയുന്നത്. എന്തു നമുക്ക് എഴുതാം? ടീച്ചർ ഒരു ചെറിയൊരു കഥ പറയട്ടെ. നീതുവും ജിമ്മിയും തോണിയിലിരുന്ന് കരയാൻ തുടങ്ങി. അങ്ങകലെ ഈ കരച്ചിൽ കേട്ട് ഒരു തോണി വേഗത്തിൽ തുഴഞ്ഞു വരുന്നത് നീതുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആരാണത്? അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. ആ തോണി നീതുവിൻ്റെ അടുത്ത് വന്നപ്പോൾ നീതുവിനും ജിമ്മിക്കും വളരെ ആശ്വാസമായി. കാരണം അത് നീതുവിൻ്റെ അച്ഛനായിരുന്നു. തനിച്ച് തോണിയെടുത്ത് പുഴയിലിറങ്ങിയതിന് നീതുവിനെ അച്ഛൻ വഴക്കു പറഞ്ഞു. എങ്കിലും അച്ഛൻ്റെ സഹായത്തോടെ അവർ രക്ഷപ്പെട്ടു. ഇത് ടീച്ചർ പറഞ്ഞൊരു കഥയാണ് കേട്ടോ. കൂട്ടുകാർക്ക് ഈ കഥയുടെ ബാക്കി ഭാഗം എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതി അവസാനിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? ആരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ? അച്ഛൻ രാമു, നീതുവിൻ്റെ വളർത്തുനായയായ ജിമ്മി. ഓക്കെ, അടുത്തത് ഈ കഥയ്ക്ക് തലക്കെട്ട് നൽകൂ. തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിങ് നൽകാനാണ് പറയുന്നത്. തലക്കെട്ട് നൽകുക, നമുക്ക് ഈ കഥയ്ക്കൊരു പേര് നൽകുക. എന്ത് പേരാ നൽകുക? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര്, ഈ കഥയുമായി യോജിക്കുന്ന ഒരു പേര് നൽകാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ടീച്ചർ ഇവിടെ പറയുന്നു നീതുവിൻ്റെ ആഗ്രഹം. അല്ലച്ചിങ് എന്ത് പറയാം? തോണി തുഴഞ്ഞുള്ള ഒരു യാത്ര. എന്തു വേണമെങ്കിലും ഈ കഥയുമായി ബന്ധപ്പെട്ട് ഒരു തലക്കെട്ട്, ഒരു പേര് നൽകണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംഭാഷണം പൂർത്തിയാക്കാം. സിംഹരാജൻ്റെ പിറന്നാൾ ആഘോഷം കെങ്കേമമായി. ചിന്നുക്കുരുവിയെ മാത്രം കണ്ടില്ല. അവൾക്ക് എന്തു പറ്റി? മടക്കയാത്രയിൽ മിന്നുത്തത്ത ചിന്നുക്കുരുവിയെ കാണാൻ പോയി. അപ്പോൾ സിംഹരാജൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ട് ചിന്നുക്കുരുവിയെ മാത്രം കാണാണ്ടായപ്പോൾ ആ പിറന്നാൾക്ക് വന്ന മിന്നുത്തത്ത ചിന്നുക്കുരുവിയെ കാണാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഈ ചിന്നുക്കുരുവിയും മിന്നുത്തത്തയും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മിന്നുത്തത്ത പറയാണ്, ചിന്നു, പിറന്നാളിന് നിന്നെ കണ്ടില്ലല്ലോ. അപ്പോൾ ചിന്നുക്കുരുവി പറഞ്ഞു, ഇന്നലെ കാറ്റിലും മഴയിലും എൻ്റെ കൂട് തകർന്നു പോയി. അപ്പം മിന്നുത്തത്ത പറഞ്ഞത് എന്താവും? എന്നിട്ട് നീ എന്തു ചെയ്തു? അപ്പം ചിന്നുക്കുരുവി പറഞ്ഞു, ഞാൻ പേടിച്ചു പോയി. എങ്കിലും എനിക്ക് അഭയമായി അടുത്ത മരത്തിലെ പൊത്ത് ഉണ്ടായിരുന്നു.
അപ്പം മിന്നുത്താത്ത പറയാണ്, അതെയോ, എങ്കിൽ നീ പുതിയ കൂട് വെക്കുമ്പോൾ എന്നെയും വിളിക്കണേ, ഞാനും നിന്റെ കൂട് വെക്കാൻ നിന്നെ സഹായിക്കാം. ചിന്നുക്കുരുവി പറഞ്ഞു, വളരെ ഉപകാരം, നമുക്ക് ഒരുമിച്ച് വീട് വെക്കാം. ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മിന്നുത്തത്തയും ചിന്നുക്കുരുവിയും തമ്മിൽ പറയാവുന്ന ഒരു സംഭാഷണം എഴുതാവുന്നതാണ് കേട്ടോ. കൂട്ടുകാരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇവിടെ എഴുതാവുന്നതാണ് കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കാം. കടങ്കഥ. നീതുവിൻ്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടങ്കഥകൾ നോക്കൂ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതൂ. ഒന്നാമത്തെ കടങ്കഥ, ഡോക്ടർ വന്നു കുത്തിവെച്ചു, ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. എന്തുട്ടാണ് ഡോക്ടർ വന്നിട്ട് കുത്തിവെച്ചിട്ട് ഫീസ് വാങ്ങാതെ ഓടിപ്പോയത്? രണ്ടാമത്തെ കടങ്കഥ, വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി, നാട്ടുകാരെ വീട്ടിൽ കാട്ടും, വീട്ടിലിരിക്കും ചങ്ങാതി. അതെന്താ? അത് നമ്മുടെ TV ആണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവ ഉത്തരവുമായി വരുന്ന കടങ്കഥകൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. എന്താവും തവളയെ കുറിച്ചിട്ട് നമുക്ക് എഴുതുക? ജനിക്കുമ്പോൾ വാലുണ്ട്, വളർന്നപ്പോൾ വാലില്ല. എന്താ? തവള. ഇതുപോലെ തന്നെ ചേനയെക്കുറിച്ചും ഒരു കടുങ്കഥ എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഒരു കടങ്കഥ സ്വന്തമായിട്ട് എഴുതുക, അതിന് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉത്തരവും എഴുതാം. മണ്ണിനടിയിൽ പൊന്നമ്മ. എന്താ ഉത്തരം? മഞ്ഞൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കടങ്കഥ അവിടെ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ക്ഷണക്കത്ത്. 2022 ഡിസംബർ 23 ബാലസഭയിൽ നാടകം അവതരിപ്പിക്കാൻ നീതുവും കൂട്ടുകാരും തീരുമാനിച്ചു. ബാലസഭയിൽ പങ്കെടുക്കാൻ കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കും. അപ്പം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ ക്ഷണക്കത്ത്. അപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ക്ഷണക്കത്ത്. ബാലസഭയിൽ പങ്കെടുക്കാൻ കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള ക്ഷണക്കത്താണ് തയ്യാറാക്കേണ്ടത്. നമ്മുടെ സ്ഥലം, അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ എഴുതണം. എന്നിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തെഴുതും? നമുക്ക് 2022 ഡിസംബർ 23 ബാലസഭയിൽ നാടകം അവതരിപ്പിക്കാൻ ഞാനും കൂട്ടുകാരും തീരുമാനിച്ചിട്ടുണ്ട്. 23/12/2012 നടക്കുന്ന ബാലസഭയിൽ രാമു, നീയും കുടുംബവും പങ്കെടുക്കുമെന്ന് കരുതുന്നു എന്ന് നീതു. ഇങ്ങനെ നമുക്കൊരു ക്ഷണക്കത്തൊക്കെ തയ്യാറാക്കാം. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബായ്.